അപ്പോൾ ആ ഒരു സൈറനോട് കൂടെ നമ്മുടെ ഡേ 6 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടി നമ്മൾ 10 days ഉള്ള സൗത്ത് ഇന്ത്യ ട്രിപ്പിന് വേണ്ടിയിട്ട് പെട്ടിയും കെട്ടി അങ്ങ് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ താണ്ടെ ഇവിടെ ഇപ്പൊ ചിക്ക്മംഗ്ലൂരിലാണ്. പോകാനുള്ളത് മൊത്തം ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള നമ്മുടെ യാത്ര ദാ ഈ ജീപ്പിലായിരിക്കും. കേരളത്തിന്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് വട്ടം ഹൈ റേഞ്ച് പോയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ വെളിയിൽ ഇത് ആദ്യമായിട്ടാണ്. പോകുന്ന വഴി നമ്മൾ കോണൊക്കെ മേടിച്ച് കഴിച്ചു. നമ്മൾ പോകുന്ന റൂട്ട് ഫുള്ള് മഞ്ഞിറങ്ങിയിട്ട് ഒന്നും കാണുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. ഇവിടെ നമ്മൾ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അന്നത്തെ ദിവസം നല്ല മഴയുണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ മഞ്ഞും ഉള്ളതുകൊണ്ട് ഒടുക്കത്തെ തണുപ്പായിരുന്നു. പിന്നെ നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് എത്തി. അങ്ങോട്ടേക്ക് ചെന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ശരിക്കും നല്ല വൈബായിരുന്നു. തണുത്ത് വിറച്ച് മരിക്കാൻ നിന്നാലും നമ്മൾ ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോൾ ഇറങ്ങാതിരിക്കില്ലല്ലോ. പിന്നെ നമ്മൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് ഡെസ്റ്റിനേഷനിലേക്ക് മഴ, ചായ, മുറുക്ക്. ഇങ്ങനെ കയറാനായിട്ടുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴത്തെ കടയിൽ നിന്ന് ചായയും മുറുക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു ദിവസം മാത്രം ഏകദേശം ഒരു 5 ചായ എങ്കിലും കുടിച്ചിട്ടുണ്ട്. എത്ര തണുത്ത് വരച്ച് ചാവാറായെന്ന് പറഞ്ഞാലും ഫോട്ടോ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് സഹിക്കുമല്ലോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടുത്തെ തണുപ്പിനെ മറക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് കളിയായി. ശരിക്കും മൊത്തത്തിൽ വൻ എൻജോയ്മെന്റ് ആയിരുന്നു. നമ്മുടെ കൂടെ ഈ കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ. എന്താ വൈബല്ലേ. ഇപ്പോൾ സൗത്ത് ഇന്ത്യ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നാട്ടിൽ എത്തിയെങ്കിലും 10 days ട്രിപ്പിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസ് ആണ് ചിക്ക്മംഗ്ലൂർ തന്നത്. ഇത് നിങ്ങൾ കണ്ട് തെറ്റിദ്ധരിക്കണം. തണുപ്പൊക്കെ അല്ലേ. ഇപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാമേ.